പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അടുത്തൊരു കാര്യം, നാളെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരമുണ്ട്. ജംഷഡ്പൂർ FC ആണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾ. മത്സരത്തിന് മുന്നോടിയായിട്ട് ജംഷഡ്പൂർ FCയുടെ കോച്ചായിട്ടുള്ള ഖാലിദ് ജമീൽ ചില കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു. ഖാലിദ് ജമീലിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: കേരള ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്തുമെന്ന കോൺഫിഡൻസ് ഞങ്ങൾക്കുണ്ട്. നിലവിൽ നല്ല ആത്മവിശ്വാസത്തിലാണ് ഞങ്ങളുള്ളത്. കേരള ബ്ലാസ്റ്റേഴ്സിനേക്കാൾ മികച്ച സ്ക്വാഡും ടീമും ഞങ്ങൾക്കുണ്ട്. നിലവിലെ സാഹചര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് അനുകൂലമാണ്. കേരള ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് 3 പോയിന്റുകൾ നേടുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്നും ഖാലിദ് ജമീൽ പറഞ്ഞിരുന്നു. നാളത്തെ മത്സരത്തിലും കേരള ബ്ലാസ്റ്റേഴ്സിന് വിജയിച്ചേ മതിയാകൂ. അടുത്തൊരു കാര്യം, നമുക്കറിയാം, ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിരിക്കുമെന്ന വാർത്തകളെല്ലാം പുറത്തു വന്നിരുന്നു. നമുക്കറിയാം, ഈ ഒരു സീസണിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസ് വളരെ മോശം തന്നെയാണ്. ഡിഫൻസിലെ പിഴവുകൾ കാരണം കൊണ്ട് തന്നെ ഒരുപാട് ഗോളുകൾ ഈ ഒരു സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വഴങ്ങേണ്ടിയും വന്നിട്ടുണ്ട്. ഡിഫൻസ് ശക്തമാക്കാൻ വേണ്ടി ഒരു എക്സ്പീരിയൻസ് ആയുള്ള ഇന്ത്യൻ ഡിഫൻഡറിനെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിച്ചേക്കുമെന്ന വാർത്തകളെല്ലാം പുറത്തു വന്നിരുന്നു. അതിനുശേഷം വന്നിരുന്ന റൂമറായിരുന്നു മാർക്കോ ലെസ്കോവിച്ചും കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് തിരിച്ചെത്തിയേക്കുമെന്നുള്ളത്. ഈ ഒരു റൂമർ സത്യമാണോ എന്നുള്ളത് പലരും ചോദിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ മാർക്കോ ലെസ്കോവിച്ച് തിരിച്ചു വരുന്നു എന്നുള്ള വാർത്ത വ്യാജ വാർത്ത തന്നെയാണ്. മാർക്കോ ലെസ്കോവിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബ് വിടാനുള്ള പ്രധാന കാരണം താരത്തിന് ഇന്ത്യയിൽ തുടരാൻ താല്പര്യമുണ്ടായിരുന്നില്ല. താരത്തിന് തന്റെ നാട്ടിലേക്ക് മടങ്ങാനായിരുന്നു താല്പര്യം. നിലവിൽ ഒരു ക്രൊയേഷ്യൻ ടീമിന് വേണ്ടിയാണ് മാർക്കോ ലെസ്കോവിച്ച് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ലെസ്കോവിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് തിരിച്ചു വരാനുള്ള ചാൻസ് എല്ലാം വളരെ കുറവ് തന്നെയാണ്. മറ്റൊരു കാര്യം, നമുക്കറിയാം, കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലെ ചില താരങ്ങൾക്കെല്ലാം 3 യെല്ലോ കാർഡുകളൊക്കെ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്ലേയേഴ്സിന് ഒരു യെല്ലോ കാർഡ് കൂടി ലഭിക്കുകയാണെങ്കിൽ താരങ്ങൾക്ക് സസ്പെൻഷൻ ഉണ്ടാകും. ജംഷഡ്പൂർ FCക്കെതിരെയുള്ള നാളത്തെ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലെ ഒരു താരം അവൈലബിൾ ആയിരിക്കില്ല. ബ്ലാസ്റ്റേഴ്സ് താരമായിട്ടുള്ള ഹൊർമിപ്പോം നാളത്തെ മത്സരത്തിൽ കളിച്ചേക്കില്ല. 4 യെല്ലോ കാർഡുകൾ നിലവിൽ താരം. ഹൊർമിപ്പോം കളിക്കാത്തത് ടീമിന് തിരിച്ചടി നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. ലൂണ ഉൾപ്പെടെയുള്ള ചില താരങ്ങൾക്ക് 3 യെല്ലോ കാർഡുകൾ നിലവിലുണ്ട്. കൂടുതൽ ഐഎസ്എല്ലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഓപ്ഷൻ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.